നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇനി വിധി വരാൻ മണിക്കൂറുകൾ മാത്രം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇനി വിധി വരാൻ മണിക്കൂറുകൾ മാത്രം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത്. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ അതിക്രമിച്ചു കയറി അതിജീവിതയെ ആക്രമിച്ച് അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പകർത്തിയതാണ് കേസിന്റെ പശ്ചാത്തലം. കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളാണുള്ളത്. ഒന്നാം പ്രതി പെരുമ്പാവൂർ സ്വദേശിയായ പൾസർ സുനിയാണ്. 2017 സിനിമാ മേഖലയും കേരള ജനതയും ഒട്ടാകെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത്. 2017 ഫെബ്രുവരി 17 വൈകിട്ട് സിനിമാ ഷൂട്ടിങ്ങിനായി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നതിനിടെയാണ് ആക്രമിക്കപ്പെട്ടത്. ലാഷ് ക്രിയേഷൻ എന്ന നിർമ്മാണ കമ്പനി ഏർപ്പാട് ചെയ്ത എസ്യുവിലാണ് നടി കൊച്ചിയിലേക്ക് എത്തിയത്. ഈ വാഹനം ഓടിച്ചത് മാർട്ടിൻ. കേസിലെ 2ാം പ്രതിയാണ്. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. സംഭവത്തിൽ ജൂലൈ 10 ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്തു. പിന്നീട് 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം 2017 ഒക്ടോബർ 3 ദിലീപിന് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങി. കേസ് വിചാരണയ്ക്കിടെ നിരവധി പേരാണ് മൊഴിമാറ്റി പറഞ്ഞത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി നടി ഫാമ കൂറുമാറിയതായിരുന്നു. കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ഫാമ ആദ്യം പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ കോടതിയിലെത്തി മാറ്റിപ്പറയുകയാണ്. ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞിട്ട് ദിലീപിന് അതിജീവിയുടെ ദേഷ്യമുണ്ടായിരുന്നു എന്നായിരുന്നു ഭാമ ആദ്യം വെളിപ്പെടുത്തിയത്. അതിന് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നതായും പോലീസിന് മൊഴി നൽകി. എന്നാൽ കോടതിയിലെത്തി പറഞ്ഞതൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് മൊഴിയാ നൽകിയത്. തനിക്കൊന്നും അറിയില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല എന്ന നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്. ഭാമ മാത്രമല്ല, നടൻ സിദ്ദിഖും ഇതേ രീതിയിലായിരുന്നു കോടതിയിൽ മൊഴി നൽകിയത്. ദിലീപിന് കാവ്യബന്ധം മഞ്ജുവിനെ അറിയിച്ചതിന് ദിലീപിന് ദേഷ്യമുണ്ടായിരുന്നു എന്ന് സിദ്ദിഖും മൊഴി നൽകിയിരുന്നു. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിലായിരുന്നു സിദ്ദിഖിന്റെ പെരുമാറ്റം. എന്നാൽ മൊഴിമാറ്റം പറഞ്ഞ ഫാമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായത്. പിന്നീട് താരം വിവാഹമോചിതയാകുകയും ചെയ്തു.